ഫ്രെയിം വർക്ക്സ് ഈയിടെയായിട്ട് കൂടുതലായിട്ട് കാണുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് അല്ലേ. അപ്പോൾ ഇന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്നല്ല, ഇന്നും അതുമായിട്ട് തന്നെ വന്നേക്കുന്നത്. ബിക്കോസ് ഈ ഒരു വർക്കിനെ പറ്റി എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ ഒട്ടും പറ്റില്ല. ഇത് ആക്ച്വലി എനിക്ക് ഓർഡർ ഒന്നും വന്നതല്ല. ദിസ് ഫ്രെയിം വർക്ക് ഇസ് ഫോർ വൺ ഓഫ് മൈ ക്ലോസ് ഫ്രണ്ട്സ്. ആൾ എൻ്റെ കൊളീഗാണ്. വി വർക്ക് ഇൻ ദ സെയിം ഓഫീസ് ബട്ട് ഇൻ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ആളുടെ നെയിം ഗോപിക എന്നാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ അതേ നെയിമായിരുന്നു ആൾക്ക്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു, ഫ്രണ്ട്സായി, ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി. എനിക്കങ്ങനെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് കുറേ പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ. ആൻഡ് നൗ ഷീ ഈസ് ഓൾസോ വൺ ഓഫ് ദം. എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഫ്രെയിമിൽ ചെയ്തേക്കുന്നതാണ് ഇപ്പോൾ വൺ ഓഫ് മൈ റീസെൻറ്റ് ഫേവറേറ്റ് ഡിസൈൻസ്. അപ്പോൾ ഗോപിക ഷീ ഈസ് ഗോണ ഗെറ്റ് മാരിഡ്. അടുത്തൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഒരു ഉറപ്പിക്കൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് പോയപ്പോൾ ആളെടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് പിക്സ് ആയിരുന്നു അത്. ഞാനപ്പോൾ ഓൾറെഡി ഇവളിതിന് പോകുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പിക്സ് ഒക്കെ എടുക്കുമ്പോൾ ഷെയർ ഒക്കെ ചെയ്യുന്നത്. ആളപ്പോൾ പിക്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഷെയർ ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ഡിസൈൻ വെച്ചിട്ട് ആൾക്കും കൂടി ഒരു ഫ്രെയിം ചെയ്ത് കൊടുക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെപ്പോഴും സിമ്പിൾ തിങ്സ് ആണ് പ്രിഫർ ചെയ്യുക. നമ്മൾ പറയാറില്ലേ ഫൈൻഡിങ് ബ്യൂട്ടി ഇൻ സിമ്പിൾ തിങ്സ് എന്ന്. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു ഡിസൈൻ സിമ്പിൾ ആണെങ്കിലും ഇതിലുള്ളൊരു ഭംഗി അവൾക്ക് ഇഷ്ടപ്പെടും എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ഇതാക്ക് കൊടുക്കുന്നതും എല്ലാം ആലോചിച്ചിട്ട്. പിന്നെ ആള് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ബട്ട് ഞാൻ 1% പോലും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നില്ല. ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഒരേപോലെ സർപ്രൈസ് ആവുകയും ചെയ്തു. ആൻഡ് ഷി വാസ് ഓവർവെൽംഡ് ആൻഡ് സോ ഹാപ്പി. പിന്നെ ഗോപിക മാത്രമല്ല, ആളുടെ ഫിയാൻസിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാനും ഒരുപാട് ഹാപ്പിയായി. ഓഫീസിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാനത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ഇത് ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരെ വന്നിട്ട് ആളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഞാനത് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ലേ, അപ്പോൾ അവൾ തന്നെ ഫസ്റ്റ് കാണട്ടെ എന്ന് വിചാരിച്ചു. ദെൻ ഷീ ഷോഡ് ഇറ്റ് ടു ഹെർ കൊളീഗ്സ്. പിന്നെ എൻ്റെ ടീമിലുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ കാണിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 2 ഫ്രെയിംസ് ഇത്ര ബ്യൂട്ടിഫുൾ ആവാൻ കാരണം എൻ്റെ മാത്രം ഒരാളുടെ കഴിവ് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഫ്രെയിമിൻ്റെ ഔട്ട്കം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പേർക്ക് പങ്കുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 2 വ്യക്തികൾ, ദ ഹാപ്പിനെസ് ദ ഷെയർ ഇൻ ദെയർ സ്മൈൽസ്, പിന്നെ ആ മൊമെന്റ്സ് ആൻഡ് ആ മൊമെന്റ്സ് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫർ, ഇതെല്ലാമാണ് ആ ഒരു ഫ്രെയിമിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയേക്കുന്നത്. ഒരുപാട് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ആട്ടോ ഈ ഒരു ഫ്രെയിം ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ മൊമെൻറ്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഐ തോട്ട് ദാറ്റ് ഐ ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് യു ഗൈസ് ഫോർ ദോസ് പീപ്പിൾ ഹു ആർ ക്ലോസ് ടു മീ. എനിക്ക് എപ്പോഴും അവർക്ക് ബോത്ത് ഹാൻഡ് മെയ്ഡ് ആൻഡ് ക്യൂറേറ്റഡ് സർപ്രൈസസ് ഒക്കെ കൊടുക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു ഫ്രെയിം ആൾ കണ്ടപ്പോൾ ആൾക്കുണ്ടായിരുന്ന എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒന്നും ബൈ ക്യാമറ വഴി എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ബട്ട് ഇൻ ഹാർട്ട് അത് ഓൾറെഡി ക്യാപ്ചേർഡ് ആണ്. ആൻഡ് ദാറ്റ് റിയലി മെയ്ഡ് മൈ ഡേ. അപ്പോൾ അത്രേ ഉള്ളൂ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.